ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓണപ്പരീക്ഷ ഇങ്ങോട്ട് അടുത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയാടാ നിങ്ങളുടെ പഠിത്തങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു? ഉഷാറാണോ? എന്തൊക്കെയാ അവസ്ഥകൾ? പെട്ടെന്നൊന്ന് കമന്റ് സെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേ, പെട്ടെന്ന് ലൈക്ക് അടിച്ചേ. നമുക്ക് തകർക്കണ്ടേ? നമ്മുടെ ലൈവുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ മാരത്തൺ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നേരെ സൈലത്തിന്റെ ലൈവുകളോ ക്ലാസ്സുകളൊക്കെ കാണാം. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്സുകളൊക്കെ അവിടെയാണ് ഉണ്ടാവുക കേട്ടോ. ഇപ്പൊ ചെറിയൊരു ചോദ്യം നമുക്ക് പഠിച്ചാലോ? നമ്മുടെ അരിത്മെറ്റിക്സ് ഓഫ് പാർട്സ്, ഭാഗക്കണക്കുകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ കിടിലൻ ക്വസ്റ്റ്യൻസ് ആണ്, ഒരേ പൊളി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എളുപ്പമാണ്. അതായത് ചില ചോദ്യങ്ങൾ കാണാറില്ലേ, രണ്ട് ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ്, ചെറുത് ഏതാണ്, അല്ലെ? പിന്നെ അംശം, അതായത് ന്യൂമറേറ്റർ സെയിം ആയത്, ഡിനോമിനേറ്റർ സെയിം ആയത്, ഇത് രണ്ടും സെയിം അല്ലാത്തത്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. വലുതും ചെറുതും എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വേഗം നോക്കാം നമുക്ക്. ഇതേ കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2/5 3/5 ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുത്? എന്നിട്ട് അതിനൊരു ചിഹ്നം കൂടെ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2/5 ഒരു ഭിന്നസംഖ്യയാണ്. ഈ മുകളിലുള്ള സംഖ്യയാണ് നമ്മൾ എന്ത് പറയാ? അതായത് അംശം എന്ന് പറയാം. മലയാളത്തിലെ അംശം, അതായത് ന്യൂമറേറ്റർ എന്നാണ് പറയാ. എന്താ പറയാ? ന്യൂമറേറ്റർ എന്നാണ് പറയാ. അപ്പൊ താഴെയുള്ള ആളെ നമ്മൾ എന്ത് വിളിക്കും? പറ സൗദാ. യെസ്, അതായത് ഡിനോമിനേറ്റർ എന്നാണ് വിളിക്കുക. ഡിനോമിനേറ്റർ അതായത് ഛേദം എന്നാണ് വിളിക്കുക. അപ്പൊ ഞാൻ അത് ജസ്റ്റ് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ചില കുട്ടികൾ പറയും, സാർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന സാധനല്ലേ, എന്തിനാ സാറ് പിന്നെ ഇതന്നെ പറയുന്നത്? എടാ കുഞ്ഞോനെ, ഞാൻ അതല്ല പറഞ്ഞത്. ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ താഴോട്ട് നോക്കിക്കേ. അവിടെ ഇരുന്നോടത്തും താഴോട്ട് നോക്കാനല്ല കുഞ്ഞോളെ പറഞ്ഞു. ദേ താഴെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അതായത് സെയിം നമ്പറുകളാണ് അവിടെ ഉള്ളത് അല്ലെ. അതായത് ഛേദം, ഡിനോമിനേറ്റർ, താഴെയുള്ള നമ്പർ സെയിം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, മുകളിൽ ആരാണോ വലുത് അയാളായിരിക്കും വലുത്. തിരിഞ്ഞോ? ഇപ്പൊ നോക്ക്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ മുകളിലുള്ള ആൾ ആരാണോ വലുത് അയാളായിരിക്കും വലുത്. നോക്ക്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ ഇയാളാണ് വലുത്. കാരണം 3 അല്ലേ 2 വലുത്. അപ്പൊ താഴെ സെയിം ആകുമ്പോ മുകളിലുള്ളത് ആരാണോ വലുത് അയാളായിരിക്കും ലാർജ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്താ? ദിസ് ഈസ് ദ ലാർജസ്റ്റ്. അപ്പൊ വലുത് ഏതാടാ എന്ന് ചോദിച്ചാൽ 3/5 എന്ന് പറയാം. ചെറുത് ഏതാടാ എന്ന് ചോദിച്ചാൽ 2/5 എന്നും പറയാം. അപ്പൊ നമ്മളിത് എങ്ങനെ ചിഹ്നം വെച്ചിട്ട് എഴുതാന്ന് അറിയോടാ? 3/5 എന്നിട്ട് ഒരു ചിഹ്നം ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇങ്ങനെ തുറന്നു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ചിഹ്നം. ഇതിനെ നമ്മൾ ഗ്രേറ്റർ ദാൻ, വലുതാണ്, 3/5 ആണ് വലുത്. കണ്ട, തുറന്നു നിൽക്കുന്ന ഭാഗത്താണ് കേട്ടോ. കൂർത്തിക്കുന്ന ഭാഗത്ത്, ഈ ഭാഗത്ത് എന്ത് ചെയ്യണം? ചെറുത് എഴുതണം. തുറന്നു നിൽക്കുന്ന ഭാഗത്ത് വലുത്. അപ്പൊ വലിയ ഓർക്കണോ? അപ്പൊ ആ ഭാഗത്താണ് സംഭവം. അപ്പൊ 2/5 ഇവിടെ എഴുതാം. ഇങ്ങനെ എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, സാറേ ഇനിയിപ്പം ഛേദം സെയിം അല്ല, അംശമാണെങ്കിലോ സെയിം? അത് നമുക്ക് പറയാം. അപ്പൊ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. എന്താണ് കോൺസെപ്റ്റ്? ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിരുവാണെങ്കിൽ, ഒരേ ഛേദം താഴത്ത് രണ്ടും സെയിം ആണെങ്കിൽ, അതായത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അംശം വലുതായത് വലുതും, അതായത് ന്യൂമറേറ്റർ വലുതാണെങ്കിൽ അതായിരിക്കും വലുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം എന്താണ്? നേരത്തെ പോലെ തന്നെ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്ക്. നേരത്തെ അതേ ടൈപ്പ് സാധനം പോലെ ഒരു സാധനമാണ് അല്ലേ. എന്താ ചോദ്യം നോക്ക്. 3/4 ആണോ 3/5 ആണോ വലുതും ചെറുതും? എന്നിട്ട് ആ ചിഹ്നം വെച്ചിട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. മക്കളെ, എളുപ്പമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യം എന്ത് അറിയാം? താഴോട്ട് നോക്ക്. ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. നേരത്തെ മോരെയാണോ? നേരത്തെ ഡിനോമിനേറ്റർ ഛേദം സെയിം ആയിരുന്നില്ലേ? അതല്ല ഇവിടെ. പക്ഷെ ഇവിടെ താഴെയല്ല സെയിം, പക്ഷെ മുകളിൽ സെയിം ആണ്. സെയിം നമ്പറുകളാണ് വരുന്നത്. ഇതേ മുകളിൽ 2 3 വരുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ലോജിക്ക് നിങ്ങളെ ബുദ്ധിയിൽ കത്തണം. മുകളിൽ ആരാണോ, മുകളിൽ സെയിം ആണെങ്കിൽ, അതായത് അംശം ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ താഴെ ഏത് ചെറിയവനും വലുതാവും. നോക്ക്, താഴെ ആരാ ചെറുതോക്ക്? 4 അല്ലേ. അപ്പൊ ഈ ചെങ്ങായി വലുതാവും. കാരണം ഇവിടെ സെയിം വരുമ്പോൾ ഈ ചെങ്ങായി എന്താണ്? ചെറുത്. ഏത് ചെറിയവനും വലുതാവുന്നത് എപ്പോഴാണ്? സെയിം മുകളിൽ വരുമ്പോൾ. അപ്പൊ ഇതിൽ ആരാ വലുത്? ഇതാണ് വലുത് കേട്ടോ. അപ്പൊ വലുത് ഏതാടാ? 3/4. അപ്പൊ ചെറുത് ഏതായിരിക്കും? താഴത്തെ ഏറ്റവും വലുതുള്ളത് അല്ലേ. താഴത്തെ ഏറ്റവും വലുത്, അതായത് താഴെ ഏറ്റവും ചെറുത് ഏതോ ഓനായിരിക്കും വലിയവൻ. ഇവിടെ രണ്ടും സെയിം വരുമ്പോ കേട്ടോ. അപ്പൊ 3/4 വലുതാണെങ്കിൽ 3/5 ചെറുത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? അപ്പൊ 3/4 ആണ് വലുത്. അപ്പൊ 3/4 ഇങ്ങനെ എഴുതിയതിനു ശേഷം തൊള്ളങ്ങനെ തുറക്കുന്ന ചിഹ്നട്ടെ. ഇതേ ഒരേ പൊളി ഇങ്ങനെയാണ് ചിഹ്നിടേണ്ടത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചിഹ്നിടണം. ദറ്റ് ഈസ് 3/5. ദിസ് ഈസ് ദ ആൻസർ. ഒരേ പൊളി. സെറ്റ്. ഇഷ്ട
എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ അല്ലെ? കിഡിലും ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതിലേതായിരിക്കും ചെറുതും വലുതും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇതാ കണ്ടോ, സെയിം നമ്പറുകൾ ഉണ്ട്. മുകളിൽ സെയിം ആണെങ്കിൽ എത്ര ചെറിയ ആള് താഴെ ഉണ്ടെങ്കിലും ഓൻ വലുതാവും. നമുക്ക് ഇവിടെ 3 ചെറുതല്ലേ, അപ്പൊ ഇവൻ അങ്ങോട്ട് വലുതായിക്കാളും. കാര്യം എന്താ, മുകളിൽ സെയിം ആകുമ്പോൾ താഴത്ത് ചെറുതുള്ളവൻ വലുതാവും. അപ്പൊ എങ്ങനെ വലുത് എന്ന് പറയുമ്പോൾ വലുത് കണ്ടോ, അങ്ങനത്തെ ചിഹ്നം ഇടണം. അപ്പൊ ഇവിടെ ഉള്ളതാണ് ഇത് ചെറുത്, ഓക്കെ, ഇത് വലുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിലെ ആൻസർ. ഓക്കെ, റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ നമുക്ക് ഒരുപാട് സംശയം ഉണ്ട്, സാറേ മുകളിലും താഴെ ഒരേപോലെയല്ല, വേറെ വേറെയാണ്. മുകളിൽ ഒരേപോലെയല്ല, താഴെ ഒരേപോലെയല്ല, വേറെ ആണെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ വരണം. ഇറ്റ്സ് VCR വേഗം വരണം. അപ്പൊ ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിൽ ഏതാണ് വലുത്, പിന്നെ ഏതാണ് ചെറുത്, പിന്നെ ഏതാണ്, അതായത് വലുതെന്ന് ചെറുതിലേക്ക് എങ്ങനെയാ നോക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. മുകളിലുള്ള നമ്പറൊക്കെ സെയിം ആണ് അല്ലെ? മുകളിലെല്ലാം സെയിം ആണ് മക്കളെ. മുകളിലെല്ലാം സെയിം ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? പറ സൗദ. മുകളിൽ സെയിം ആണെങ്കിൽ താഴെ ഏറ്റവും ചെറുത് പോലും വലുതായിക്കാളും. അപ്പൊ ഏറ്റവും ചെറുത് ആരാ അവിടെ? 6 ചെറുതല്ലേ, ഓനാണ് ഏറ്റവും വലുതുണ്ടാവുക. അപ്പൊ ഓനാണ് വലുത്. പിന്നെ 7 ചെറുത്, 6 കഴിഞ്ഞാൽ പിന്നെ 7 ചെറുത്. യെസ്, പിന്നെ ഓനാണ് പിന്നെ വലിയവൻ. ഓക്കെ, പിന്നെ 8 അപ്പൊ ഓനാണ് പിന്നെ വലിയവൻ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും ലാസ്റ്റ് ചെറുതായി പോകട്ടോ. കാരണം മുകളിൽ സെയിം ആകുമ്പോൾ ഏറ്റവും വലിയവനൊക്കെ ചെറുതായി പോകും. നമ്മുടെ ഉത്തരം ഒരേ പൊളി സെറ്റ്. അപ്പൊ ഇങ്ങനെ വരച്ച് പഠിക്കുക. എന്താണ് ഈ സാധനം എന്ന് ചോദിച്ചാല് ഈ വലിയ ഭാഗത്ത് വലുതായിരിക്കും. കണ്ടോ? അപ്പൊ ആ കൂർത്ത ഭാഗത്ത് ചെറുത്. ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഇതുപോലുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ സൈലത്തിലുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പാഠമായിട്ട്. അതും നിങ്ങൾ കാണണം. നമ്മുടെ മിനി മാരത്തൺ ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ വരണം, നിർബന്ധമായിട്ടും വരണം. പിന്നെ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാട്ടോ. വജ്ര ബാച്ചിൽ നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് കണ്ടിട്ട് അടിപൊളിയാക്കിയിട്ട് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും പബ്ലിക് എക്സാം ഒക്കെ അടിപൊളിയാക്കണ്ടേ? സിലബസ് ഒക്കെ മാറിയതല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുക. താഴെ ലൈക്ക് അടിക്കാത്ത കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, വരണം കാണാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നു. ബായ്.